സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. അങ്കണവാടികൾ അടക്കമുള്ള പ്രീ സ്കൂളുകൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനാണ് സർക്കാർ നീക്കം. 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സിലാക്കുന്നതിന് മുന്നോടിയായാണ് ഈ നീക്കം. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാവുന്ന വിധത്തിൽ പ്രീ സ്കൂളിന് പൊതുചട്ടക്കൂട് ഉണ്ടാക്കും. ഇതിനായി പൊതുവിദ്യാഭ്യാസ, വനിതാ ശിശുക്ഷേമ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ഏകീകൃത മാനദണ്ഡം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ അങ്കണവാടികളെല്ലാം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാവും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ SCERTയുടെ നേതൃത്വത്തിൽ പ്രീ സ്കൂളിനുള്ള പൊതു പാഠ്യപദ്ധതി തയ്യാറാക്കി വരികയാണ്. നിലവിൽ 53 സർക്കാർ സ്കൂൾ ഉൾപ്പെടെ LKGയും UKGയും ക്ലാസുകളുള്ള 2200 സ്കൂളുകളുണ്ട്. 33,000-ലേറെ അങ്കണവാടികളും. അടുത്ത അധ്യയന വർഷം തൊട്ട് അങ്കണവാടികളിലും LKG, UKG ക്ലാസുകളിലും പൊതു പാഠ്യപദ്ധതി നടപ്പിലാക്കാനാണ് നീക്കം. അങ്കണവാടികളെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രീ സ്കൂൾ ഇല്ലാത്ത പൊതുവിദ്യാലയങ്ങളുമായി പ്രവർത്തനം സംയോജിപ്പിക്കും. പ്രീ സ്കൂളോ അനുബന്ധ അങ്കണവാടിയോ ഇല്ലെങ്കിൽ 5 വയസ്സായവർക്കു വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്നത് പോലെ സ്കൂളിന്റെ ഭാഗമായി ബാലവാടിക വേണ്ടിവരും. 6 വയസ്സ് പൂർത്തിയായാലേ 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാനാകൂ. 6 വയസ്സ് എന്ന NEP നിബന്ധന അധ്യാപക തസ്തികയെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഈ വർഷം 1-ാം ക്ലാസ്സിൽ ചേർന്നവരിൽ 50%-ലേറെ കുട്ടികൾ 6 വയസ്സ് കഴിഞ്ഞവരായിരുന്നു. അടുത്ത അധ്യയന വർഷം കൂടി ഇതേ സ്ഥിതി തുടർന്ന് 2027-28 അധ്യയന വർഷം 6 വയസ്സാക്കാനാണ് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കും. സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പരിഷ്കാരം. അതേസമയം പ്രീ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനരീതി എന്നിവയും പരിഷ്കരിക്കും. സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളുകൾ കൃത്യമായ മാനദണ്ഡങ്ങളോടെയല്ല പ്രവർത്തിക്കുന്നത് എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രീ സ്കൂളുകൾക്ക് അനുമതി നൽകുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും പ്രീ പ്രൈമറി സ്കൂളുകളിൽ പരിശോധന നടത്തി അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്തും.